നമസ്കാരം. നമസ്കാരം. മാധ്യമം ഓൺലൈൻ അല്ലേ? ഓൺലൈനാണ് വേണ്ടത്. ആ ഓൺലൈനേ. ആ ഹലോ നമസ്കാരം. ഞാൻ മണ്ണാർക്കാട് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് മൻസൂർ. പറഞ്ഞോളൂ. ഇന്ന് നിങ്ങളുടെ ഒരു 2 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഓൺലൈനിൽ വന്നൊരു വാർത്തയുണ്ട്. ആലപ്പുഴയില് മണ്ണഞ്ചേരിയിൽ മരണപ്പെട്ട സാഹിലിന്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. അത് ആർക്ക് വേണ്ടിയാണ് ആ തൊപ്പി അഡിഡാസിന് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഏതായിരുന്നു വാർത്തയൊന്ന് നോക്കട്ടെ. ആ വാർത്ത ഒന്ന് നോക്കൂ. 2 മണിക്കൂറായി. 2 മണിക്കൂർ കഴിഞ്ഞു. ചീഫ് സ്ഥലത്തില്ലേ, ഒന്ന് നോക്കി നോക്കട്ടെ. അല്ലല്ല, നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ച് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. അല്ലല്ല, ഇവിടെ പല സ്റ്റാഫാണുള്ളത്. എല്ലാ വാർത്തയും ഓക്കെ. ആ ഫോട്ടോ SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തൊപ്പിയാണ് ആ ഫോട്ടോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എഡിറ്റ് ചെയ്തിട്ട് അഡിഡാസിന് നിങ്ങൾ ആ തൊപ്പി കൊടുക്കുമ്പോൾ അത് എന്താണ് അതിന്റെ ചേതോവികാരം? അതാണ് അറിയാം. വാർത്ത കണ്ടിട്ടില്ല ഞാൻ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മുമ്പില് നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ? അല്ല, ഫോണില്ലേ കയ്യിൽ? ഇല്ല. ഏതായിരുന്നു വാർത്ത എന്ന് പറയും. ഞാൻ ഒരു മിനിറ്റ്, ഞാൻ നമ്പർ തരാം. നിങ്ങൾ അതിലേക്ക് ഞാൻ നോക്കി നോക്കട്ടെ. ഏതായിരുന്നു വാർത്ത? ടൈറ്റിൽ ഒന്ന് പറയോ? ടൈറ്റിൽ ഒരു മിനിറ്റ്. ഞാനിപ്പം പറഞ്ഞുതരാം. 2 മണിക്കൂർ മുമ്പേ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ നമ്മൾ കുറെ വാർത്ത കൊടുത്തിട്ടുണ്ടാവും. അതെ, ഇന്നൊരു ആയിരക്കണക്കിന് വാർത്തയൊന്നുമില്ല ബ്രോ. ആയിരക്കണക്കിന് വാർത്തയൊന്നും ഇല്ല. ഒരു മിനിറ്റ്. നമുക്ക് എനിക്ക് എളുപ്പത്തിൽ നോക്കാലോ. അതെ. ഇപ്പൊ പറഞ്ഞേ. നിങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്ത ഇതാ കേട്ടോളൂ. നാടിന്റെ കരുതലിന് കാത്തു നിൽക്കാതെ സഹിൽ മരണത്തിന് കീഴടങ്ങി. അതിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് അദ്ദേഹം. ആ ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അവിടെ അഡിഡാസ് എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അല്ല, നിങ്ങൾക്ക് ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഒരു ഫോട്ടോ അന്വേഷിക്കാമായിരുന്നു. നോക്കിയോട്ടെ ഫോട്ടോ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ നോക്കിയോട്ടെ കുറച്ച്. തീർച്ചയായിട്ടും. ഓക്കെ. ആ ഫോട്ടോ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഒരു ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് എഡിറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് മുൻപും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾ ഒന്നും അറിയാത്തൊരു ആളായിക്കൊണ്ട് മറുപടി പറയാറാണ് സാധാരണ പതിവ്. അത് തന്നെ ഈ പ്രാവശ്യവും അവർ ചെയ്തിട്ടുള്ളത്. അതിലിനി ഒരു മാറ്റം വരുത്താനോ അല്ലെങ്കിൽ മാറി ചിന്തിക്കുവാനോ ഒരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത ഈ മാപ്രകളെ ഇവർ ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്? SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന്ന് ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് അവിടെ നിന്നും എഡിറ്റ് ചെയ്ത് മാറ്റി അഡിഡാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരവിടെ ചേർക്കുമ്പോൾ എന്തായിരിക്കും അവരൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? മറ്റൊരു കാര്യമുള്ളത്, ആ സഹോദരൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ടാഗ് അടക്കം അവർ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ എഡിറ്റിംഗ് ആപ്പുകൾ വെച്ചുകൊണ്ടും അല്ലാത്ത നിലയ്ക്ക് ഫോട്ടോഷോപ്പിലൂടെയൊക്കെ ആളുകൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപലപനീയം എന്ന് തന്നെയാണ് പറയുവാനുള്ളത്.